പാമ്പുകളുടെ കളിത്തോഴൻ കുറുപ്പുംപടിയിൽ വാവ സുരേഷിന് പാറ റെസിഡൻസ് അസോസിയേഷന്റെ വർണ്ണോജ്വല സ്വീകരണം. അസോസിയേഷന്റെ വാർഷികാഘോഷത്തിലെ മുഖ്യാതിഥിയായാണ് വാവ സുരേഷ് എത്തിയത്. പൊതുജനങ്ങൾക്ക് പാമ്പുകളെക്കുറിച്ച് പലവിധ ധാരണകളും സംശയങ്ങളുമാണ് ഉള്ളത്. ഇത്തരം തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനും ഇഴജന്തുക്കളിൽ മാരക വിഷമുള്ള ഇവയെക്കുറിച്ച് അറിയുന്നതിനും ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നതിനും കുറുപ്പുംപടി പാറ സ്വദേശികൾക്ക് സാധിച്ചത് പാമ്പുകളുടെ കളിത്തോഴൻ വാവ സുരേഷിന്റെ സാന്നിധ്യം കൊണ്ടാണ്. പാറ റെസിഡൻസ് അസോസിയേഷന്റെ 7ാം വാർഷികാഘോഷങ്ങളിലെ മുഖ്യ അതിഥിയായിട്ടാണ് വാവ സുരേഷ് എത്തിയത്. കൈവശം കരുതിയ വിവിധയിനം പാമ്പുകളെ ഇദ്ദേഹം പൊതുജനമധ്യത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ മേഖലയിൽ ആദ്യമായി എത്തിയ പാമ്പുകളുടെ കളിത്തോഴനെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. പല അമ്മമാരും പാമ്പിന്റെ ചുണ്ട് എന്റെ ചുണ്ടിലേക്ക് പല അമ്മമാരും അയ്യെന്നാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തിനാ അയ്യെന്നാക്കുന്നത്? പാമ്പിനെ നാക്കിയത് എൻ്റെ നാക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ വായ. ഞാൻ നിങ്ങളുടെ ആരുടെ വായോ ചുണ്ടോ നാക്കോ ഒന്നും വാങ്ങിയില്ല, ഒരിക്കലും വാങ്ങിയിട്ടില്ല. എൻ്റെ നാക്കാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം. കാരണം അത്രയ്ക്ക് പവിത്രമാണിവ. അമ്മമാർ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അറിഞ്ഞു വെക്കുക, ഇതിൻ്റെ ദേഹത്തിന് തൊലിയിലൊരു പ്രോട്ടീൻ ഉണ്ട്, കെരാറ്റിൻ എന്ന പ്രോട്ടീൻ അടങ്ങുന്ന പാമ്പിൻ്റെ തൊലി തണുത്ത രക്തമാണ്. ഇവയെ തൊട്ടാലോ തലോടിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് മണ്ണൂലി എന്നറിയപ്പെടുന്നത്. നമുക്ക് വാലില്ല. ഈ പാമ്പിൻ്റെ കടി നിങ്ങളുടെ ജില്ലയിലേക്ക് ഏറ്റാൽ നിങ്ങൾ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ ഉടനെ പറയും ഇത് അണലിയാണെന്ന് പറയും. എന്നിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ട്രിപ്പും തരും, TTയും തരും. ഡെയിലി ട്രിപ്പിൽ ഒരു മഞ്ഞ കലക്കി ട്രിപ്പ് തരും. എന്നിട്ട് അവർ ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിടും. ബില്ല് വരുമ്പോൾ 1,80,000 രൂപ 2 ലക്ഷം രൂപ ബില്ല്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ചെലവ് 20 രൂപയാണ് TT എടുക്കുക. ഒരു നാടിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ MG പത്രോസ്, ബെന്നി K പൊയ്ക്കാട്ടിൽ, റോയി ജോൺ, അഡ്വക്കേറ്റ് സജിത് ബാബു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.